ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നൽ ഹംദലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇനി സ്വർണവും പണവും ഒരുമിച്ചുണ്ടാകുമ്പോഴുള്ള സക്കാത്ത് ലജ്നത്തു ദായിമിയുടെയും ഷെയ്ഖ് ഉസൈമിൻ റഹിമഹുള്ളയുടെയും ഫത്വകളാണ്. അതിനെ ആസ്പദമാക്കിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ബാറക്കല്ലാഹു ഫീക്കും. സക്കാത്ത് നിർബന്ധമാകാൻ ഒരു നിബന്ധന നിസാബെത്തണം. നിസാബ് എന്ന് പറഞ്ഞാൽ സക്കാത്ത് നിർബന്ധമാകാൻ ഒരു മുസ്ലിമിൻ്റെ കൈവശം ഉണ്ടായിരിക്കേണ്ട ഏറ്റവും കുറഞ്ഞ സമ്പത്തിൻ്റെ അളവാണ്. അത് സ്വർണത്തിൻ്റെ നിസാബ് 85 ഗ്രാമാണ്, ഏകദേശം 10.5 പവൻ. അപ്പോൾ അത്ര ആയാൽ അല്ലെങ്കിൽ അതിൻ്റെ മേലെ ആയാൽ സക്കാത്ത് നിർബന്ധമായി സ്വർണത്തിന്. പണത്തിൻ്റെ നിസാബ് 595 ഗ്രാം വെള്ളിയുടെ മൂല്യത്തിൻ്റെ തുകയാണ്. മൂല്യത്തിന് തുല്യമായ തുകയാണ് 595 ഗ്രാമിൻ്റെ വെള്ളിയുടെ മൂല്യത്തിന് തുല്യമായാൽ പണം, അപ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ മേലെ, അപ്പോൾ മൊത്തത്തിന് സക്കാത്ത് കൊടുക്കണം. ബാറക്കല്ലാഹു ഫീക്കും. ഇവിടെ വെള്ളിയുടെ മൂല്യം തിരഞ്ഞെടുത്തത് സ്വർണത്തിൻ്റെ അല്ല, കാരണം വെള്ളിയുടേതാണ് കുറവ് സ്വർണത്തേക്കാൾ. അതുകൊണ്ട് എന്താണ്, വേഗം നിസാബെത്തും. അങ്ങനെ കൂടുതൽ ദരിദ്രന്മാർക്ക് പ്രയോജനപ്പെടും. ബാറക്കല്ലാഹു ഫീക്കും. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ പോയാൽ പണത്തിൻ്റെ സക്കാത്ത് എന്ന് പറഞ്ഞ ലിങ്ക് കാണാം. അത് ക്ലിക്ക് ചെയ്താൽ അതിനെക്കുറിച്ച് വിശദമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് വെള്ളിയുടെ മൂല്യം നോക്കുന്നത്. അത് 595 ഗ്രാമാണ്. ഇനി ഇതാണ് ഒരു നിബന്ധന, നിസാബ് എത്തണം. അപ്പോൾ അത് സ്വർണത്തിന് 85 ഗ്രാമും പണത്തിന് 595 ഗ്രാമുമാണ്. ഇനി മറ്റൊരു നിബന്ധന, വ്യക്തിയുടെ കൈവശമുള്ള സ്വർണമോ പണമോ ഒരു ചാന്ദ്രവർഷം പൂർത്തിയാക്കണം. അതിന് ഹൗൽ എന്നാ പറയുക, ഒരു ചാന്ദ്രവർഷം പൂർത്തിയാക്കുന്നത്. അങ്ങനെ ഒരു ചാന്ദ്രവർഷം ഹൗല് പൂർത്തിയാക്കി നിസാബ് എത്തുകയാണെങ്കിൽ അതിൻ്റെ 2.5%, അതായത് 40-1 സക്കാത്ത് നൽകണം. സ്വർണവും പണവും ഒരുമിച്ച് കണക്കാക്കുന്നതാണ് നമ്മുടെ വിഷയം. ഒരാളുടെ കൈവശമുള്ള പണം മാത്രം നോക്കിയാൽ നിസാബ് എത്തുന്നില്ല. 595 ഗ്രാമിൻ്റെ നിസാബ് എത്തുന്നില്ല. അതേപോലെ സ്വർണം മാത്രം നോക്കിയാലും 10.5 പവനോ 85 ഗ്രാമോ എത്തുന്നില്ല. എന്നാൽ രണ്ടും ഒരുമിച്ച് കണക്കാക്കിയപ്പോൾ ആകെ സമ്പത്ത് മൊത്തം അത് നിസാബ് എത്തുന്നുണ്ടെങ്കിൽ പണ്ഡിതന്മാർ പറയുന്നത് സ്വർണവും പണവും ഒരേ വിഭാഗത്തിലുള്ള സമ്പത്തായതിനാൽ അവയുടെ മൂല്യം ഒരുമിച്ച് കണക്കാക്കി നിസാബ് പൂർത്തിയായാൽ സക്കാത്ത് നിർബന്ധമാകും. ബാറക്കല്ലാഹു ഫീക്കും. അതേപോലെ പണം മാത്രം നിസാബ് എത്തിയില്ല, വെള്ളിയുടെ 595 ഗ്രാം എത്തിയില്ല. പക്ഷെ സ്വർണത്തോടൊപ്പം ചേർത്തപ്പോൾ നിസാബ് എത്തിയാൽ സക്കാത്ത് നൽകണം. അല്ലെങ്കിൽ സ്വർണം മാത്രം നിസാബ് എത്തിയില്ലെങ്കിലും, അതായത് 85 ഗ്രാം സ്വർണ്ണം ഇല്ല, പക്ഷെ പണത്തോടൊപ്പം ചേർത്തപ്പോൾ നിസാബ് എത്തിയാൽ സക്കാത്ത് നൽകണം. ബാറക്കല്ലാഹു ഫീക്കും. അതിനാൽ ഓരോ മുസ്ലിമും തൻ്റെ കൈവശമുള്ള സ്വർണവും പണവും ശരിയായി കണക്കാക്കി സക്കാത്ത് നൽകാൻ ശ്രദ്ധിക്കണം. അള്ളാഹു നമ്മുടെ സമ്പത്തുകൾ ശുദ്ധീകരിക്കുകയും അതിന് ഉയർച്ച നൽകുകയും വളർച്ച നൽകുകയും സക്കാത്ത് ശരിയായ രീതിയിൽ നിർവഹിക്കാൻ നമുക്ക് അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ബാറക്കല്ലാഹു ഫീക്കും. ഈ ലജ്നത്തു ദായിമിയുടെയും ഷെയ്ഖ് ഉസൈമിൻ റഹിമഹുള്ളയുടെയും അറബി വചനങ്ങളും പണത്തിൻ്റെ സക്കാത്തിൻ്റെ ലിങ്കും വീഡിയോ ലിങ്കും ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ്. ബാറക്കല്ലാഹു ഫീക്കും. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.